ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ കേരള PSC നടത്തിയിട്ടുള്ള JPHN ഗ്രേഡ് 2 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പഠിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെപ്പോഴും പഴയ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അല്ലേ. നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ട്, എത്ര വരെ പഠിച്ചു, എങ്ങനെയാണ് നമ്മൾ പഠിച്ചതിൻ്റെ ഓർമ്മയൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇട്ടേക്കുന്നത്. നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു പീസ് പേപ്പർ എടുത്ത് വെക്കുക, ഒരു പേന എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് അതിൻ്റെ ആൻസർ, ആ ഓപ്ഷനിൽ നിന്ന് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അറിയുന്നത് അതവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ കറക്റ്റ് ആൻസർ പറയുന്ന സമയത്ത് അത് ശരിയാണോ നോക്കി പോവാം. ജസ്റ്റ് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പോവാം നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഓൾ ആർ ട്രൂ അബൌട്ട് പാനൽ ഡിസ്കഷൻ എക്സെപ്റ്റ് ഡാഷ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പാനൽ ഡിസ്കഷനിൽ ശരിയല്ലാത്ത കാര്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പാനൽ ഓഫ് 4 to 8 എക്സ്പെർട്ട് ഡിസ്കസ് എ ഹെൽത്ത് ടോപ്പിക്. ഓപ്ഷൻ ബി, ഓഡിയൻസ് ഈസ് പ്രസൻറ്റ്. ഓപ്ഷൻ സി, സ്പെസിഫിക് അജണ്ട ആൻഡ് ഓർഡർ ഓഫ് സ്പീക്കിംഗ്. ഓപ്ഷൻ ഡി, ഓഡിയൻസ് ക്യാൻ ടേക്ക് പാർട്ട്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച ഓപ്ഷനിൽ ഏതാണ് പാനൽ ഡിസ്കഷനുമായിട്ട് ബന്ധമില്ലാത്തതെന്നാണ് ചോദ്യം. ജസ്റ്റ് ഒന്നും കൂടെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ചോദ്യം ഇതാണ്, പാനൽ ഡിസ്കഷനുമായിട്ട് ബന്ധമില്ലാത്തത്, അതുമായിട്ട് ശരിയല്ലാത്തത് ഏതെന്നായിരുന്നു ചോദ്യം. കറക്റ്റായിട്ടുള്ള ഉത്തരം, നിങ്ങളുടെ ഉത്തരം ഏതാണെന്നുള്ള എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, സ്പെസിഫിക് അജണ്ട ആൻഡ് ഓർഡർ ഓഫ് സ്പീക്കിംഗ്. അപ്പോൾ ഇവിടെ ഈ പാനൽ ഡിസ്കഷൻ്റെ അകത്ത് എന്തില്ല, സ്പെസിഫിക് അജണ്ടയും ഓർഡർ ഓഫ് സ്പീക്കിങ്ങും ഇല്ല. ബാക്കിയുള്ള 3 കാര്യങ്ങളും, അതായത് ഒരു പാനൽ ഡിസ്കഷൻ്റെ അകത്ത് 4 മുതൽ 8 എക്സ്പേർട്ട് ആയിരിക്കും ഒരു ഹെൽത്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക. അവിടെ ഓഡിയൻസ് ഉണ്ടാകും. ഓഡിയൻസിന് പാനൽ ഡിസ്കഷൻ്റെ പാർട്ടാകാനുള്ള അവസരമുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് മാത്രമാണ് ഇല്ലാത്തത്, സ്പെസിഫിക് അജണ്ട ഇല്ല, ഓർഡർ ഓഫ് സ്പീക്കിംഗ് ഇല്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഏതെന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തേത് സെൻഡർ, മെസ്സേജ്, ചാനൽ, ഫീഡ്ബാക്ക്, റിസീവർ. രണ്ടാമത്തേത് റിസീവർ, മെസ്സേജ്, ചാനൽ, ഫീഡ്ബാക്ക്, സെൻഡർ. മൂന്നാമത്തേത് മെസ്സേജ്, സെൻഡർ, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. നാലാമത്തേത് സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ കറക്റ്റ് സീക്വൻസ് ഏതെന്നാണ് ചോദ്യം. ഒന്നും കൂടെ ഓപ്ഷൻസ് ഒന്നും കൂടെ വായിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയുന്നുണ്ടാവും അല്ലേ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ആൻസർ അറിയുന്നുണ്ടാവും, എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ, കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് എഴുതി വെക്കുക. അപ്പം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ സീക്വൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത്, 2 പേരിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണാണല്ലോ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളോട്ട് സംസാരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് വാട്സപ്പ് ആണെന്ന് വിചാരിക്കുക. ഈ വാട്സപ്പിൽ മെസ്സേജ് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു സെൻഡർ വേണം അല്ലേ. സെൻഡർ വേണം, അയാൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് വേണം. ആ മെസ്സേജ് കടന്നു പോകാൻ ഒരു ചാനൽ വേണം. ചാനലിലൂടെ കടന്നു പോകുന്ന മെസ്സേജ് റിസീവ് ചെയ്യാനായിട്ട് ഒരാൾ വേണം. അയാൾ കറക്റ്റായിട്ട് ഫീഡ്ബാക്ക്, അതിനൊരു റിപ്ലൈ കൊടുക്കണം അല്ലേ. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കറക്റ്റ് ആകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതിയ ആൻസർ ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് നമുക്കിനി അതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക് എന്ന് ഇത് വരുന്ന പ്രോസസ്സ് വരുന്ന എന്താണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, സെൻഡർ. അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം, ഗ്യാദർ അപ്രോച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡാഷ്. ഗ്യാദർ അപ്രോച്ച് ഏതിന് വേണ്ടിയിട്ടാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ഗ്യാദർ അപ്രോച്ച് കൂടുതലായിട്ട് യൂസ് വരുന്നത്. ഓപ്ഷൻ എ, ക്ലോറിനേഷൻ ഓഫ് വാട്ടർ. ഓപ്ഷൻ ബി, കൗൺസിലിംഗ്. ഓപ്ഷൻ സി, റെഫ്യൂസ് ഡിസ്പോസൽ. ഓപ്ഷൻ 4, ഡേറ്റ അനാലിസിസ്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ഗ്യാദർ അപ്രോച്ച്? അറിയുമോ? അറിയെങ്കിലൊന്ന് എഴുതുക. നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം. ഓപ്ഷൻ ബി, കൗൺസിലിംഗ്. കൗൺസിലിംഗ് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാദർ അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ടൂൾ യൂസ്ഡ് ടു അസസ് ദ ഫാമിലീസ് കോപ്പിംഗ് ഈസ് ഡാഷ്. ഫാമിലി കോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതെന്നാണ് ചോദ്യം. ഫാമിലി കോപ്പിംഗ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ കേട്ടോ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കോപ്പിംഗ് ഇൻഡെക്സ്. ഓപ്ഷൻ ബി, കോപ്പിംഗ് ഡെഫിസിറ്റ്. ഓപ്ഷൻ സി, ന്യൂട്രീഷണൽ അസസ്മെൻറ്റ്. ഓപ്ഷൻ ഡി, ആന്ത്രോപോമെട്രിക് മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് എഴുതുക, നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, കോപ്പിംഗ് ഇൻഡെക്സ്. കോപ്പിംഗ് ഇൻഡെക്സ് ആണ് ഫാമിലി കോപ്പിംഗ് ഫാമിലി കോപ്പിംഗ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? കോപ്പിംഗ് ഇൻഡെക്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ മേജർ ഫംഗ്ഷനിങ് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ഡാഷ്. സൊസൈറ്റിയുടെ മേജർ ഫംഗ്ഷനിങ് യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇൻഡിവിജ്വൽ. ഓപ്ഷൻ ബി, കപ്പിൾ. ഓപ്ഷൻ സി, ഫാമിലി. ഓപ്ഷൻ ഡി, കമ്മ്യൂണിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇപ്പോൾ നമ്മൾ വായിച്ച ഓപ്ഷനിൽ ഏതാണ് സൊസൈറ്റിയുടെ മേജർ ഫംഗ്ഷനിങ് യൂണിറ്റ്? എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയാണ് ഒരു സൊസൈറ്റിയുടെ മേജർ ഫംഗ്ഷനിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6,
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോൺസെപ്റ്റ് റെക്കഗ്നൈസ് ദ സ്ട്രെങ്ത് ഓഫ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഓൺ ഹെൽത്ത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കോൺസെപ്റ്റ്, ഈ കോൺസെപ്റ്റൊക്കെ വരുന്നത് വെച്ച് ഹെൽത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഏതെന്നാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്കുക. ഓപ്ഷൻ എ ഇതാണ് ബയോമെഡിക്കൽ കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി എക്കോളജിക്കൽ കോൺസെപ്റ്റ്, ഓപ്ഷൻ സി ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ്. ഇതിൽ ഏത് കോൺസെപ്റ്റിലാണ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സോഷ്യൽ സ്ട്രെങ്ത്, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്നത് ഏത് കോൺസെപ്റ്റിലാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു നോക്കുക. അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. ഹോളിസ്റ്റിക് കോൺസെപ്റ്റാണ് നമ്മൾ ഹെൽത്തിൻ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ഹോളിസ്റ്റിക് കോൺസെപ്റ്റ്. നമുക്ക് ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ എസെൻഷ്യൽ മെമ്പർ ഓഫ് ദി ഹെൽത്ത് ടീം ഈസ് ഡാഷ്. ഹെൽത്ത് ടീമിൻ്റെ എസെൻഷ്യൽ മെമ്പർ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആൻ ഓക്സിലറി വർക്കർ, ഓപ്ഷൻ ബി ഹെൽത്ത് ഇൻസ്പെക്ടർ, ഓപ്ഷൻ സി മെഡിക്കൽ ഓഫീസർ, ഓപ്ഷൻ ഡി പബ്ലിക് ഹെൽത്ത് നേഴ്സ്. ഏതാണ്? ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഹെൽത്ത് ടീമിൻ്റെ എസെൻഷ്യൽ മെമ്പർ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ അൻ ഓക്സിലറി വർക്കർ. ഒരു ഓക്സിലറി വർക്കറാണ് ഹെൽത്ത് ടീമിൻ്റെ എസെൻഷ്യൽ മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയല്ല ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ടെമ്പറേച്ചർ ഈസ് ആൻ ILR അറ്റ് PHS ഈസ് റെക്കോർഡഡ് യൂസിങ്. PHSകളിൽ ILRയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാറ്റ തെർമോമീറ്റർ, ഓപ്ഷൻ ബി ഡയൽ തെർമോമീറ്റർ, ഓപ്ഷൻ സി സ്ലിംഗ് സൈക്കോമീറ്റർ, ഓപ്ഷൻ ഡി അനിമോമീറ്റർ. ഏതാണ് കറക്റ്റ് ആൻസർ? കിട്ടിയോ? PHSകളിൽ ILRയുടെ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തെന്നാണ് ചോദ്യം. ഏത് തെർമോമീറ്റർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാറ്റ തെർമോമീറ്റർ, ഓപ്ഷൻ ഡി ഡയൽ തെർമോമീറ്റർ, ഓപ്ഷൻ സി സ്ലിംഗ് സൈക്കോമീറ്റർ, ഓപ്ഷൻ ഡി അനിമോമീറ്റർ. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ഡയൽ തെർമോമീറ്റർ. ഡയൽ തെർമോമീറ്ററാണ് PHSകളിലെ ILR ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയൽ തെർമോമീറ്ററാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Question number 9. Action which halts the process of a disease at its incipient stage and prevent complication is defined as dash. ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലോട്ട്, കോംപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രിവെൻഷൻ ഏത് സ്റ്റേജ് ഓഫ് പ്രിവെൻഷൻ്റെ അതാണ് വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൈമോഡിയൽ പ്രിവെൻഷൻ, ഓപ്ഷൻ ബി പ്രൈമറി പ്രിവെൻഷൻ, ഓപ്ഷൻ സി സെക്കൻഡറി പ്രിവെൻഷൻ, ഓപ്ഷൻ ഡി ടെർഷ്യറി പ്രിവെൻഷൻ. ജസ്റ്റ് ഈ ക്വസ്റ്റ്യനും ആയതെല്ലാം വായിച്ച് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കത്തുന്നൊരു ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് നോക്കാം. കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷനാണ് അസുഖം വന്നതിന് ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രിവെൻഷൻ ഏതാണ്? സെക്കൻഡറി പ്രിവെൻഷനാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വരാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ്റെ അകത്ത് വരുന്നത്. പ്രൈമറി പ്രിവെൻഷൻ്റെ അകത്ത് അസുഖം വന്നു അല്ലേ, അസുഖം വന്നു കഴിഞ്ഞ് നമ്മളത് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓൾറെഡി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അത് അസുഖത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷനകത്ത് നമ്മൾ പറഞ്ഞു ഒരു അസുഖം വന്നു, നമ്മളത് ഏർലി തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷനെ ഉപയോഗിക്കുന്നത്. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വന്നു, കോംപ്ലിക്കേഷൻ ഉണ്ടായി, അതിൽ നിന്ന് ഇനി എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നോക്കുന്നതാണ് ടെർഷ്യറി പ്രിവെൻഷനകത്ത് നോക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്പർ ഓഫ് ആശ വിസിറ്റ് ആഫ്റ്റർ ഹോം ഡെലിവറി ഈസ് ഡാഷ്. അപ്പോൾ ഇതിലെ ചോദ്യത്തിൽ എന്താണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കേണ്ടത്? ഹോം ഡെലിവറിയിൽ ഒരു ആശാ വർക്കർ കൊടുക്കേണ്ട വിസിറ്റ് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 7. ഏതാണ് കറക്റ്റ് ആൻസർ? കിട്ടിയില്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആൻസർ വരേണ്ടതാണ് അല്ലേ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി 7 വിസിറ്റാണ് ഹോം ഡെലിവറിയിൽ ആശാ വർക്കർ പ്രൊവൈഡ് ചെയ്യേണ്ട. അമ്മയ്ക്കും കുഞ്ഞിനും പ്രൊവൈഡ് ചെയ്യേണ്ട എത്രയാണ്? 7 വിസിറ്റുകളാണ് കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് വെയർ ലോഞ്ച്ഡ് ബൈ ഡാഷ്. എവിടെയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ WHO in 1998, ഓപ്ഷൻ ബി UN in 2000, ഓപ്ഷൻ സി WHO in 2000, ഓപ്ഷൻ ഡി UN in 1998. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാമെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി UN in 2000. UN in 2000ലാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് 8 ഗോൾസാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവേർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. മൂന്നാമത്തത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. ഓപ്ഷനല്ല. നാലാമത്തെ കാര്യം അതിനകത്ത് വരുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. അഞ്ചാമത്തത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. ആറാമത്തത് കോമ്പാക്ട്
കോമ്പാറ്റ് HIV or AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. ഏഴാമത്തെ കാര്യം എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. എട്ടാമത്തെ കാര്യം ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. നമുക്ക് അടുത്ത ചോദ്യം അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. WHO ഫോർമേഷൻ ഡേ ഈസ് ഡാഷ്. WHO ഫോർമേഷൻ ഡേ എന്താണ്? നമ്മൾ ഓപ്ഷൻ നോക്കാതെ തന്നെ പറയേണ്ട ഒരു ഉത്തരവാണ് അല്ലേ അത്. നമുക്ക് എന്താണ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് നോക്കണമല്ലോ. ഓപ്ഷൻ എ ഏപ്രിൽ 7, ഓപ്ഷൻ ബി മെയ് 5, ഓപ്ഷൻ സി ജൂൺ 10, ഓപ്ഷൻ ഡി ജൂലൈ 10. കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഏപ്രിൽ 7. ഏപ്രിൽ 7-നാണ് WHO ഫോർമേഷൻ ഡേ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഹൂ അമംഗ് ദ ഫോളോയിങ് ഇസ് ചെയർമാൻ ഓഫ് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്ത്. സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്തിൻ്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി സെക്രട്ടറി ഓഫ് ഹെൽത്ത്, ഓപ്ഷൻ സി യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ, ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. ഓക്കെ, ആൻസർ അറിയാവുന്ന ചോദ്യമാണോ ഇത്? ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ കൗൺസിൽ ഫോർ ഹെൽത്തിൻ്റെ ചെയർമാൻ ആരാണ്? യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ്. ഇപ്പോഴത്തെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അങ്ങനെ എന്ത് വേണമെങ്കിലും വായിക്കാം, സ്പെല്ലിംഗ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ട്രൂ അബൌട്ട് ഇന്ത്യൻ റെഫറൻസ് വുമൺ ഈസ് ഡാഷ്. ഇന്ത്യൻ റെഫറൻസ് വുമണിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഏജ് 18 to 29 years, വെയ്റ്റ് 30 kilogram. ഓപ്ഷൻ സി വർക്ക് ഈസ് മെയിൻലി സെഡൻറ്ററി. ഓപ്ഷൻ ഡി 10 hours ഓഫ് occupation. ഇന്ത്യൻ റെഫറൻസ് വുമണിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് ചോദ്യം. അറിയാമെങ്കിൽ ഉത്തരം എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ഏജ് 80 to 29 years. ഇതാണ് ഇന്ത്യൻ റെഫറൻസ് വുമണിനെ കുറിച്ച് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നതിൽ. അപ്പം ഇന്ത്യൻ റെഫറൻസ് വുമൺ എന്ന് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ്. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആൻസർ എന്താണ് ഇന്ത്യൻ റെഫറൻസ് വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് മോഡൽസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐഡലൈസ്ഡ് ഫീമെയിൽ ആണ്. ഇതിപ്പം മെയിൽ കാറ്റഗറിയിലും ഉണ്ട്. പിന്നെ അതിന് വേറെ കുറേ ക്രൈറ്റീരിയകൾ വരുന്നുണ്ട്. അതിലൊരു ക്രൈറ്റീരിയ മാത്രമാണ് വയസ്സ് 18-നും 29-നും ഇടയിലായിരിക്കണം എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ 15. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ഇന്ത്യയിലെ ബ്ലൈൻഡ്നെസ്സിന് ഏറ്റവും പ്രധാന കാരണമായിട്ടുള്ളത്, കോമൺ കാരണമായിട്ടുള്ളത് എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രക്കോമ, ഓപ്ഷൻ ബി കാറ്ററാക്ട്, ഓപ്ഷൻ സി റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇന്ത്യയിലെ ബ്ലൈൻഡ്നെസ്സിന് മോസ്റ്റ് കോമൺ കാരണക്കാരൻ ആരാണെന്നുള്ളത്. നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി കാറ്ററാക്റ്റ് ആണ് ഇന്ത്യയിലെ ബ്ലൈൻഡ്നെസ്സിന് മെയിനായിട്ടുള്ള കാരണക്കാരൻ. ആരാണ്? കാറ്ററാക്റ്റ് വന്ന ആളുടെ കണ്ണും നോർമൽ കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, പ്യൂപ്പിളിൻ്റെ കളർ നോക്കുക, ഡയലറ്റേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമേജിലുള്ളത് വെച്ചിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 16. നാഷണൽ ഹെൽത്ത് പോളിസി ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. നാഷണൽ ഹെൽത്ത് പോളിസി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൈമറി ഹെൽത്ത് കെയർ, ഓപ്ഷൻ ബി ടെർഷ്യറി കെയർ, ഓപ്ഷൻ സി ചൈൽഡ് കെയർ, ഓപ്ഷൻ ഡി മദർ കെയർ. അറിയുന്ന ഉത്തരമല്ലേ? നമുക്ക് ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ പ്രൈമറി ഹെൽത്ത് കെയർ ആണ് നാഷണൽ ഹെൽത്ത് പോളിസി ബേസ് ചെയ്തിരിക്കുന്ന കാര്യം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്ത് നോക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് എഴുതി വെക്കുക, ജസ്റ്റ് നോട്ട് ഔട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അത് കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുക, എന്നിട്ട് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എവിടേക്കാണുള്ളത് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് നോക്കുക എന്നെക്കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് അടുത്ത തവണ അത് പഠിക്കുന്ന സമയത്ത് ആ പോർഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്ററാക്കി പഠിക്കാൻ വേണ്ടി നോക്കും. നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാത്ത ഭാഗങ്ങൾ കൂടുതലിട്ടിരുന്ന് പഠിക്കുക, പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവും, നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ 17. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇവിടെ നോട്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഓപ്ഷൻ എ ലിറ്ററസി റേറ്റ്, ഓപ്ഷൻ ബി ഫാമിലി സൈസ്, ഓപ്ഷൻ സി ഹൗസിംഗ്, ഓപ്ഷൻ ഡി ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഇതിലേതാണ് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്ററിനെ ബാധിക്കാത്ത കാര്യം? നമ്മൾ ഇത് വായിച്ച് നോക്കുക, ഉത്തരം കിട്ടും. നമുക്ക് അറിയത്തില്ലെങ്കിൽ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഡി ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്താണ് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റർ അല്ലാത്തത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ 18. ദ ബ്രൗണിഷ് ട്രയാങ്കുലർ റേസ്ഡ് ഫോമി പാച്ചസ് സീൻ ഓൺ ദ വൈറ്റ് പോർഷൻ ഓഫ് ദി ഐ ഈസ് കോൾഡ് ഡാഷ്.
കണ്ണിൻ്റെ വൈറ്റ് പോർഷനിൽ കാണുന്ന ബ്രൗണിഷ് കളർ ഏതാണ്? ബ്രൗണിഷ് ഷേപ്പ് ട്രയാങ്കുലർ. എങ്ങനെയാണ് ഇരിക്കുന്നത്? റൈസ്ഡ്, പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. വൈറ്റ് പോർഷനൊക്കെ ഇച്ചിരി കൂടെ പൊങ്ങിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ പറയുക, ആ സംഭവം എന്തായിരിക്കും? ഫോമി പാച്ചസ് ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ള അസുഖം അല്ലെങ്കിൽ അതേതാണ് കണ്ടീഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നൈറ്റ് ബ്ലൈൻഡ്നസ്, ഓപ്ഷൻ ബി ക്സെറോഫ്താൽമിയ, ഓപ്ഷൻ സി കെരാറ്റോമലേഷ്യ, ഓപ്ഷൻ ഡി ബിറ്റോട്ട് സ്പോട്സ്. ഏതാണ്? മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ വായിച്ച് നോക്കുക. ബ്രൗണിഷാണ് കളർ, ഷേപ്പ് ട്രയാങ്കുലർ ആണ്, റേസ്ഡ് ആയിട്ടാണ് ഇരിക്കുക, ഫോമി പാച്ചസ് ആണ്. എവിടെയാണ് കാണുന്നത്? കണ്ണിൻ്റെ വൈറ്റ് പോർഷനിലാണ് കാണുന്നത്. ഓക്കെ, ഉത്തരം എഴുതിയിട്ടുണ്ടാവും. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഓപ്ഷൻ ഡി ബിറ്റോട്ട്സ് അല്ലേ, ബിറ്റോട്ട് സ്പോട്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇമേജിൽ നോക്കുക, വൈറ്റ് പോർഷനിൽ ഫോമി ആയിട്ട് ട്രയാങ്കുലർ ഷേപ്പിൽ റൈസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും ആണ് എന്തിരിക്കുന്നത്? ഈ ബിറ്റോട്ട് സ്പോട്സ് കാണുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഡെഫിഷ്യൻസി ഓഫ് തയാമിൻ റിസൾട്ട് ഇൻ ഡാഷ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ തയാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി വെർണിക്സ് എൻസെഫലോപ്പതി, ഓപ്ഷൻ സി സ്കർവി, ഓപ്ഷൻ ഡി പെർണീഷ്യസ് അനീമിയ. ഏതാണ് ഉത്തരം? അറിയുന്നതല്ലേ? ഓക്കെ, ഇപ്പം 3 കുറിച്ച് ഒരു ഏകദേശ ധാരണ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 3 അസുഖങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടല്ലേ. അതറിയാമെങ്കിൽ നമുക്ക് 4മത്തതാണ് ഇതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസറുള്ള ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി വെർണിക്സ് എൻസെഫലോപ്പതി. തയാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് വെർണിക്സ് എൻസെഫലോപ്പതി. വെർണിക്സ് എൻസെഫലോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് കൺഫ്യൂഷൻ, ഒഫ്താൽമോപ്ലീജിയ, അറ്റാക്സിയ, തയാമിൻ ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെയാണ്? വെർണിക്സ് എൻസെഫലോപ്പതിയുടെ ആൾക്കാരാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ക്ലോറമൈൻ ഈസ് എ ലൂസ് കോമ്പൗണ്ട് ഓഫ് ഡാഷ്. ക്ലോറമൈൻ എന്തിൻ്റെ ലൂസ് കോമ്പൗണ്ടാണ്? ഓപ്ഷൻ എ ക്ലോറിൻ ആൻഡ് അമോണിയ, ഓപ്ഷൻ ബി ക്ലോറിൻ ആൻഡ് സൾഫർ, ഓപ്ഷൻ സി ക്ലോറിൻ ആൻഡ് ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി ക്ലോറിൻ ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അസംപ്ഷൻ വരും. ഓക്കെ, ക്ലോറമൈൻ, അപ്പോൾ അതിനകത്ത് വരുന്ന സാധനങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്കി കുത്തുമ്പോൾ ശരിയായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്കി കുത്തുന്ന പൊട്ടത്തെറ്റായിരിക്കും. നമുക്ക് മൈനസ് മാർക്ക് വരും. അത് കാരണം കറക്കി കുത്തുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഒരു 3/4 മാർക്ക് പോയാൽ എന്താ കുഴപ്പം? 3/4 മാർക്ക് പോയാൽ നമുക്കിപ്പോൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് ആ സമയത്ത് വരും. പക്ഷേ നമ്മൾ കറക്കി കുത്താനായിട്ട് പാടില്ല. നമുക്ക് ചോദ്യം വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ മാത്രം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ കൺഫേം ചെയ്താൽ മതി. കറക്കി കുത്താൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉത്തരങ്ങൾ തെറ്റായി പോകും. നമുക്ക് വരുന്ന ടോട്ടൽ മാർക്ക് ചെയ്യുന്നത് കുറയും. നമ്മുടെ പൊസിഷൻ റാങ്ക് ലിസ്റ്റിൽ പുറകോട്ട് വരും. അത് കാരണം എന്ത് ചെയ്യുക? നമുക്ക് അറിയുന്ന ആൻസർ മാത്രം എഴുതുക. അത്രയും നമ്മൾ കാര്യമായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക. ഓരോന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാത്ത ഭാഗങ്ങൾ വായിച്ചിട്ട് ടെൻഷൻ അടിക്കണം. ജസ്റ്റ് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്ലോറമൈൻ ഈസ് എ ലൂസ് കോമ്പൗണ്ട് ഓഫ് ഡാഷ്. ഏതിൻ്റെ ലൂസ് കോമ്പൗണ്ടാണ്? ഓപ്ഷൻ എ ക്ലോറിൻ ആൻഡ് അമോണിയ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ ക്ലോറമൈൻ എന്തിൻ്റെ ലൂസ് കോമ്പൗണ്ടാണ്? ക്ലോറിൻ ആൻഡ് അമോണിയയുടെ ലൂസ് കോമ്പൗണ്ടാണ് ക്ലോറമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിയതുള്ള 20 ക്വസ്റ്റ്യൻസാണ്. ആദ്യം പറഞ്ഞത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും നോക്കുന്നത് നമ്മൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനി എത്ര പഠിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടം വരെ എത്തി, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് അസസ്മെൻ്റ് ഒക്കെയാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ പാർട്ടുകളായിട്ട് 10-20 വരുന്ന ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസറും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു പാർട്ടും കൂടെ പഠിക്കുക, അത്രേ ഉള്ളൂ. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് PSCയിൽ എപ്പോഴും വരുന്നത് നമ്മൾ ചില പേരുകളും ടേംസും ഒക്കെ കാണാതെ പഠിക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് വായിച്ച് പഠിക്കണം. അല്ലാതെ നമുക്ക് എപ്പോഴും ഉപയോഗം വരുന്നത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ലോജിക്കലി മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ PSCയിൽ നമുക്ക് PSC എഴുതുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ പോലെ ക്ലോറമൈൻ എന്തിൻ്റെ ലൂസ് കോമ്പൗണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനെ തന്നെ നമ്മൾ പിരിച്ച് എഴുതി വെക്കുക, ക്ലോറിൻ അമോണിയ എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PSCയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളിതൊക്കെ ഇത്ര നാളും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് PSCയിലോട്ട് വരുമ്പോൾ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ വരുന്നതേ ഉള്ളൂ. ടെൻഷൻ ആവേണ്ട. ജസ്റ്റ് പഠിച്ചുകൊണ്ടേയിരിക്കുക.